എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തിരുന്നത്? ബിംബിസാറിൻ്റെ ഒരു വിളംബരത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെയോ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ആരംഭത്തെക്കുറിച്ച് പറഞ്ഞു. ആരാണ് അത് ആരംഭിച്ചത്, അതുപോലെ അതിൻ്റെ പ്രിൻസിപ്പിൾസും നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്കിനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. എക്സ്പാൻഷൻ ഓഫ് പവർ. അധികാരം വളരുന്നു. നമുക്കൊരു ചിത്രം കാണാൻ പറ്റും. അതെന്താണ് ആ ചിത്രത്തിൽ കാണുന്നത് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? നോക്കി നോക്കൂ. നമ്മുടെ ദേശീയ മുദ്രയാണ്. എങ്ങനെയാണ് അത് നമ്മുടെ ദേശീയ മുദ്ര ആയത്? എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും ജസ്റ്റ് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് അവർ നാഷണൽ എംബ്ലം. ഇത് നമ്മുടെ ദേശീയ മുദ്രയാണ്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ പില്ലർ എറക്റ്റഡ് ബൈ എംപറർ അശോക അറ്റ് സാരാനാഥ്. അതായത് അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് ഈ മുദ്ര എടുത്തിട്ടുള്ളത്. ധർമ്മചക്ര ഓഫ് അശോക ഡെപ്പിക്റ്റഡ് ഇൻ ദ എംബ്ലം ക്യാൻ ബി സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് അവർ നാഷണൽ ഫ്ലാഗ്. അതായത് അതിലുള്ള അശോക ചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ കാണുന്നത്. ആ അശോക ചക്രം നമ്മൾ ദേശീയ പതാകയിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ സ്തംഭം സ്ഥാപിച്ചത് സാരാനാഥിലാണ്. അശോക ചക്രവർത്തിയാണ് ഇത് സ്ഥാപിച്ചത്. അതുപോലെ മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. അശോക വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദ കിങ്സ് ഓഫ് ദ മൗര്യ ഡൈനാസ്റ്റി വിത്ത് മഗധ ആസ് ദ ക്യാപിറ്റൽ. ഇറ്റ് വാസ് ചന്ദ്രഗുപ്ത മൗര്യ ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മൗര്യ ഡൈനാസ്റ്റി. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. അപ്പോൾ മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ രാജവംശം, അതിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. അപ്പോൾ നമ്മുടെ ദേശീയ മുദ്രയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിൻ്റെ അതിൽ ചക്രം നമ്മുടെ ദേശീയ പതാകയിൽ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ അശോക സ്തംഭം, നമുക്ക് ആ മുദ്രകൾ, നാഷണൽ എംബ്ലം, അത് നമ്മൾ വേറെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും? നമ്മുടെ കറൻസി, നമ്മുടെ നോട്ടിൽ കാണാം അല്ലേ. അങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ. അർത്ഥശാസ്ത്രം. എന്താണ് ഈ അർത്ഥശാസ്ത്രം എന്നുള്ളത് നോക്കാം. ചാണക്യ, ഓൾസോ നോൺ ആസ് കൗഡില്യ, വാസ് എ ചീഫ് അഡ്വൈസർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ, ദ ഫൗണ്ടർ ഓഫ് ദ മൗര്യൻ എംപയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ചന്ദ്രഗുപ്ത മൗര്യ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യം പറഞ്ഞു അല്ലേ. അപ്പം ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. അതായത് മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ഇദ്ദേഹം കൗഡില്യൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അർത്ഥശാസ്ത്ര ഈസ് ദ ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് ചാണക്യൻ. അപ്പോൾ ചാണക്യൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ഇത് വൺ വേർഡ് ചോദ്യം വരാവുന്നതാണ് കേട്ടോ. അർത്ഥശാസ്ത്രം. ഇറ്റ് ഡിസ്കസസ് how a powerful and effective administration should be organized. അതായത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്താ? ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമേയം. അർത്ഥശാസ്ത്രം ആരാണ് രചിച്ചിട്ടുള്ളത്? ചാണക്യൻ. അദ്ദേഹം ആരായിരുന്നു? മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു അല്ലേ. ചീഫ് അഡ്വൈസർ ആയിരുന്നു ആരുടെ? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ. അപ്പോൾ അർത്ഥശാസ്ത്രം എന്നുള്ളതിൻ്റെ എന്താണ് ഈ അർത്ഥശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത്, അതാരാണ് തയ്യാറാക്കിയിട്ടുള്ളത്, അത്രയാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടതുള്ളൂ. ഇനി നമുക്കവിടെ പറയുന്നത് ഡ്യൂട്ടി ഓഫ് എ കിങ്. രാജാവിൻ്റെ ധർമ്മം. ഒരു രാജാവിൻ്റെ ധർമ്മം എന്താണ്, ഡ്യൂട്ടി എന്താണ്, അതിനെക്കുറിച്ചൊക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ നോക്കാം. There will be a peace in the kingdom only in different sections of people coexist harmoniously. അതായത് രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടായാലേ രാജ്യത്ത് സമാധാനം ഉണ്ടാകുള്ളൂ. കണ്ടോ? അതായത് ഏത് രാജ്യത്തിൻ്റെ കാര്യം നമുക്ക് എടുത്താലേ അറിയാം അല്ലേ. ജനങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാവണം അല്ലേ, എന്നാലാണ് രാജ്യത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. To ensure this in his empire, Ashoka adopted the policy of ധമ്മ, അല്ലെങ്കിൽ ധർമ്മ എന്നും പറയാം. അപ്പോൾ ഇത് ഉറപ്പുവരുത്താനായിട്ട് അശോകൻ സ്വീകരിച്ച നയമാണ് ധർമ്മം.
ഏത് ഉറപ്പ് വരുത്താൻ? ജനങ്ങളിലെ സമാധാനം ഉണ്ടാക്കാൻ, അല്ലേ? രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് തമ്മിൽ ഐക്യമുണ്ടാക്കാനായിട്ട്, അല്ലേ? അതിന് അശോകൻ സ്വീകരിച്ചൊരു നയമാണ് ധർമ്മം. ധമ്മ എയിംഡ് അറ്റ് മെയിൻറ്റെയിനിങ് പീസ് ഇൻ ദ നേഷൻ ബൈ പ്രൊമോട്ടിംഗ് യൂണിറ്റി ആൻഡ് ടോളറൻസ് എമംഗ് ദ പീപ്പിൾ. അപ്പോൾ ജനങ്ങളിൽ യൂണിറ്റി ആൻഡ് ടോളറൻസ്, യൂണിറ്റി ആൻഡ് ടോളറൻസ്, അതായത് ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്തെ സമാധാനം നിലനിർത്തുക, ഐക്യവും സഹിഷ്ണുതയും ഊട്ടി വളർത്തിക്കൊണ്ട് അത് രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്നാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇതിൽ തന്നെ ചില ആശയങ്ങൾ, സം ഓഫ് ദ ഐഡിയൽസ് ഓഫ് ഇറ്റ് ആർ ഗിവൺ ബിലോ. ഇതിലെ ചില ആശയങ്ങൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ നോക്കാം. ഒബേ പാരൻസ്, മാതാപിതാക്കളെ അനുസരിക്കുക. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ അച്ഛനമ്മേനെ അനുസരിക്കാറുണ്ടോ? ചില ആൾക്കാരൊക്കെ അനുസരിക്കാൻ കൂട്ടാക്കാത്ത ആൾക്കാരുണ്ടല്ലോ ചില സമയത്തൊക്കെ, ഇല്ലേ? അപ്പം അത് പാടില്ല. മാതാപിതാക്കളെ അനുസരിക്കണം. റെസ്പെക്റ്റ് ഗുരുസ്, ടീച്ചേഴ്സ്, അത് ഗുരുക്കന്മാരെ ആദരിക്കുക. ഡിനൗൺസ് അനിമൽ സാക്രിഫൈസ്, മൃഗബലി ഒഴിവാക്കുക. അതായത് മൃഗങ്ങളെ ബലി കഴിക്കുന്നത്, എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മൃഗങ്ങളെ ബലി കഴിക്കുക, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ, അതൊക്കെ ഒഴിവാക്കുക. എക്സ്പ്രസ് ടോളറൻസ് ടുവേഡ്സ് എവരി റിലീജിയൻ, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക. എൻ്റെ മതമാണ് വലുത്, അവൻ്റെ മതം ചെറുതാണ്, അവനെ നമുക്ക് കാണാൻ പാടില്ല, അവനെ നമ്മൾ അടുപ്പിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില ചിന്തകൾ പുറത്തുകൊണ്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മതവും, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കാനാണ് പറയുന്നത്. ഷോ കൈൻഡ്നെസ് ടുവേഡ്സ് ഫെല്ലോ ക്രീച്ചേഴ്സ്, സഹജീവികളോട് കരുണ കാണിക്കുക. എല്ലാ ജീവികളോടും കരുണ കാണിക്കണം. ഇത് കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നത് അദ്ദേഹം. അതിനുവേണ്ടി അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയ ശിലാലിഖിതങ്ങൾ, അതായത് കല്ലിൽ കൊത്തിവയ്ക്കുക, ഈ വാചകങ്ങളൊക്കെ കല്ലിൽ കൊത്തിവെച്ച് പ്രധാന പാതയോരങ്ങളിലൊക്കെ വെച്ചു. ആളുകൾക്ക് അത് വായിക്കാനും മനസ്സിലാക്കാനും അത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അശോക കൺവെയ്ഡ് ഹിസ് ഡയറക്ഷൻസ്, ഡിസിഷൻസ് ആൻഡ് ധമ്മ ടു ഹിസ് സബ്ജക്ട്സ് ത്രൂ സ്റ്റോൺസ് എഡിക്ട്സ്. അശോക ചക്രവർത്തി ധർമ്മവും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും പാറകളിൽ കൊത്തിവെച്ചാണ് ജനങ്ങളെ അറിയിച്ചിരുന്നത്. ദീസ് എഡിക്ട്സ് വെയർ പ്ലേസ്ഡ് അലോങ് ദ സൈഡ്സ് ഓഫ് ദ മെയിൻ റോഡ്സ് ആൻഡ് ഇൻ ദ സിറ്റി സെൻറ്റേഴ്സ്. അപ്പോൾ ഇത്തരം ശിലാലിഖിതങ്ങൾ പ്രധാന പാതയോരങ്ങളിലും നഗരകേന്ദ്രങ്ങളിലുമാണ് സ്ഥാപിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സ്ഥാപിക്കാൻ കാരണം? ഇന്നത്തെ പോലുള്ള ഒരു സിറ്റുവേഷൻ അല്ല അന്നുള്ളത്, അല്ലേ? ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജീസ് ഉണ്ട് ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ. അന്ന് പക്ഷെ അതൊന്നുമില്ല. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണ ഇത്തരത്തിൽ ആളുകൾ പോകുന്ന പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വഴികൾ, നഗര പ്രദേശങ്ങൾ, അവിടെയൊക്കെയാണ് ഇത് വെച്ചാലേ ആളുകൾക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത്തരത്തിൽ സ്ഥാപിക്കാനൊക്കെ കാരണം. നമുക്കതിൻ്റെ ചെറിയൊരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, അശോക സ്റ്റോൺ എഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട്, അശോകൻ്റെ ശിലാലിഖിതം. ബുദ്ധിസം ഇൻസ്പയർഡ് അശോക ടു പ്രൊപ്പഗേറ്റ് ധമ്മ. ബുദ്ധമതമായിരുന്നു ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണയായത്. ഈ അശോക ചക്രവർത്തിയെ ഇത്തരത്തിൽ ധർമ്മം പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് ബുദ്ധിസമായിരുന്നു. അശോക ഹാഡ് വേജ്ഡ് മെനി വാർസ് ടു എക്സ്പാൻഡ് ഹിസ് കിങ്ഡം. അപ്പോൾ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട് അശോകൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. ദ വാർ വിത്ത് ദ കിങ്ഡം ഓഫ് കലിംഗ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കലിംഗ രാജ്യവുമായിട്ടുള്ള ഒരു യുദ്ധം. കലിംഗ രാജ്യവുമായിട്ടുള്ള യുദ്ധം. അന്നത്തെ രാജാക്കന്മാർ അങ്ങനെയാണ്, തങ്ങളുടെ രാജ്യത്തിന് വിസ്തൃതി കൂട്ടാനായിട്ട് അടുത്തുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുക, എന്നിട്ട് തങ്ങളുടെ രാജ്യത്തോട് ചേർക്കുക, അത്തരത്തിലൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ നടന്നൊരു യുദ്ധമാണ് കലിംഗ യുദ്ധം. ഇൻ ദിസ് വാർ കലിംഗ വാസ് ഡിഫീറ്റഡ്. അപ്പോൾ ഇതിൽ കലിംഗ പരാജയപ്പെട്ടു. ഇറ്റ് വാസ് ആഫ്റ്റർ ദ കലിംഗ വാർ വിച്ച് കോസ്ഡ് ദ ഡെത്ത് ആൻഡ് ഡിവാസ്റ്റേഷൻ ഓഫ് മെനി പീപ്പിൾ ദാറ്റ് അശോക അഡോപ്റ്റഡ് ബുദ്ധിസം.
അപ്പോൾ അനേകം പേരുടെ മരണത്തിനും ദുരിതങ്ങൾക്കും ഇടയാക്കിയ ഈ യുദ്ധത്തിന് ശേഷമാണ് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത്. He played a significant role in propagating Buddhism in different parts of the world. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനം മാറിയത്? ആ കലിംഗ യുദ്ധത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സ് മൊത്തം മാറുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ബുദ്ധിസം പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത്. എന്താണ് അതിനുള്ള കാരണം? അതാണ് നമുക്ക് ഇനി അടുത്ത് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കൊരു യുദ്ധത്തിൻ്റെ ചെറിയൊരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് അന്ന് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ് അതിൽ പറയുന്നത്. ചെറിയൊരു കഥ പോലെ നമുക്ക് വായിച്ചു പോവാം. When Ashoka ascended the throne, he waged many wars to expand his empire. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ചക്രവർത്തിയായതിനു ശേഷം അശോകൻ യുദ്ധങ്ങളിലൂടെ രാജ്യം വികസിപ്പിച്ചു കൊണ്ടിരുന്നു. He sent a message to the king of Kalinga demanding his surrender. അപ്പോൾ തനിക്ക് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് കലിംഗയിലെ രാജാവിന് അദ്ദേഹം ഒരു സന്ദേശം അയച്ചു. ബട്ട് ദ കിങ് ഓഫ് കലിംഗ റെഫ്യൂസ്ഡ് ദ ഡിമാൻഡ്. വളരെ അഭിമാനിയായിരുന്ന കലിംഗ രാജാവ് കീഴടങ്ങാൻ ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം അത് നിരസിച്ചു. ഇൻ 261 BC, അശോക ലെഡ് എ ഹ്യൂജ് ആർമി അഗെയിൻസ്റ്റ് കലിംഗ. അപ്പോൾ 261 BC എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഓർമ്മയില്ലേ? അപ്പോൾ 261 BC അശോകൻ കലിംഗയെ കീഴ്പ്പെടുത്താൻ പുറപ്പെട്ടു. ദ ഫ്രീഡം ലവിംഗ് പീപ്പിൾ ഓഫ് കലിംഗ പുട്ട് അപ്പ് എ സ്റ്റിഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ അറ്റാക്ക് ഓഫ് അശോക. അപ്പോൾ ഇത്തരത്തിൽ കീഴ്പ്പെടുത്താൻ പുറപ്പെട്ടു. സ്വാതന്ത്ര്യ സ്നേഹികളായ കലിംഗയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അശോകൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ചു. കോൺട്രറി ടു അശോകാസ് എക്സ്പെക്ടേഷൻ, കലിംഗ കെയിം ക്ലോസ് ടു വിക്ടറി ഓൺ എ നമ്പർ ഓഫ് ഒക്കേഷൻസ്. അപ്പോൾ അശോകൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കലിംഗ പലപ്പോഴും വിജയത്തിൻ്റെ വക്കിലെത്തി. ബട്ട് അൾട്ടിമേറ്റ്ലി ദ വിക്ടറി വാസ് അശോകാസ്. എന്നാൽ അന്തിമ വിജയം അശോകന് തന്നെയായിരുന്നു. അപ്പോൾ അശോക ചക്രവർത്തി വിചാരിച്ച് വളരെ ഈസി ആയിട്ട് ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്നുള്ള ധാരണയായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ പോലും അവരുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ പലപ്പോഴും കലിംഗ രാജ്യം വിജയിച്ചു എന്നുള്ള ഘട്ടം വരെ എത്തിയിരുന്നു. പക്ഷേ അവസാനം അവർ തോൽക്കുകയാണ് ഉണ്ടായത്. അശോക ചക്രവർത്തിയുടെ സൈന്യം തന്നെയാണ് വിജയിക്കുന്നത്. ദ ബാറ്റിൽ ഫീൽഡ് വാസ് ഫിൽഡ് വിത്ത് കോർപ്സസ് ഓഫ് സോൾജിയേഴ്സ് ഓഫ് ബോത്ത് സൈഡ്സ്. അപ്പോൾ യുദ്ധക്കളം ഇരുപക്ഷത്തെയും സൈനികരുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. വൾച്ചേഴ്സ് ഹവേഡ് ഓവർ ദ ഹീപ്പ് ഓഫ് ഡെഡ് ബോഡീസ്, ദ സഫറിങ്സ് ഓഫ് ദോസ് ഹു ഹാഡ് ലോസ്റ്റ് ദർ ലിംബ്സ്, ലമെൻറ്റിംഗ് ഓഫ് ദ ഓർഫൻഡ് ചിൽഡ്രൻ, ഡെസ്പെയർ ഓഫ് വിഡോസ്. അപ്പോൾ യുദ്ധക്കളം ഇരുപക്ഷത്തെ സൈനികരെ കൊണ്ടും നിറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ? മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് ഒരുപാട് സൈനികരെ മരിച്ചു, അവരുടെ മൃതദേഹങ്ങളാണ് നിറയെ. വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ, കൈകാലുകൾ നഷ്ടപ്പെട്ട് വേദന കൊണ്ട് പുളയുന്നവർ, ഉറ്റവരെ നഷ്ടപ്പെട്ട അനാഥ കുഞ്ഞുങ്ങളുടെ വിലാപം, വിധവകളുടെ കണ്ണീർ പുഴ. അതായത് യുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടം ഉണ്ടാവുകയാണ്. ഒരുപാട് പേര് മരിച്ചു എന്ന് മാത്രമല്ല, ഒരുപാട് പേർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയാണ്. ഇപ്പോൾ പലരും ഒറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. ചില കുട്ടികൾ പോലും തൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട് കരയുന്നത്, അതുപോലെ ഭാര്യ ഭർത്താവ് നഷ്ടപ്പെട്ടത് കണ്ട് കരയുന്നത്, ഇതൊക്കെ അവിടെ ദൃശ്യമായി എന്ന് പറയാണ്. ദീസ് സൈറ്റ്സ് ഓവർവെൽംഡ് അശോക. അതായത് യുദ്ധക്കാഴ്ചകൾ അശോകനെ അസ്വസ്ഥനാക്കി. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അശോകനാകെ മനസ്സിനാകെ അസ്വസ്ഥമായി, മനസ്സാകെ അസ്വസ്ഥമായി. ഹി റിയലൈസ്ഡ് ദാറ്റ് സച്ച് എ വിക്ടറി വാസ് മീനിങ്ലെസ്. അപ്പോൾ ഈ രീതിയിലുള്ള വിജയം അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇത്തരത്തിൽ ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കി, ഒരുപാട് പേരെ അനാഥരാക്കി, അംഗവൈകല്യമുള്ളവരാക്കി, അങ്ങനെയുള്ള ഒരു വിജയം അത് തികച്ചും അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. Soon Ashoka became an ardent follower of Buddhism and continued his reign based on Buddhist principles. അങ്ങനെ ഏറെ വൈകാതെ അദ്ദേഹം ബുദ്ധമതത്തിൻ്റെ അനുയായിയായിട്ട് മാറുകയാണ്. എന്നിട്ട് ബുദ്ധതത്വങ്ങളിൽ ഊന്നിയിട്ട് ഭരണം തുടരുകയും ചെയ്തു. ഉണ്ടോ? അപ്പോൾ ബുദ്ധമതത്തിൽ ഊന്നിയിട്ട് ഭരണം തുടരുകയാണ്. അപ്പോൾ ഈ യുദ്ധം, കലിംഗ യുദ്ധമാണ് അശോകൻ്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായത്. ആ യുദ്ധത്തിൽ കലിംഗയെ പരാജയപ്പെടുത്തിയെങ്കിലും ആ യുദ്ധത്തിൽ വന്ന നാശനഷ്ടങ്ങൾ, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി, ഒരുപാട് പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു, പലരുടെയും അച്ഛനെ നഷ്ടപ്പെട്ട, കുട്ടികളുടെ കരച്ചിൽ, ഭാര്യമാരുടെ കരച്ചിൽ, ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ, ഈ കാഴ്ചയൊക്കെ
അശോകനിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ബുദ്ധമതത്തിൻ്റെ ആ പ്രിൻസിപ്പിളിലേക്ക് തിരിയാണ്. അങ്ങനെ അദ്ദേഹം ആ പ്രിൻസിപ്പിൾസ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. അതിലൂന്നിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം പിന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് പറയാനുള്ളൂ. നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രധാനമായിട്ടും കൗടില്യൻ്റെ, അതായത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് അല്ലേ. ഈ അർത്ഥശാസ്ത്രത്തിൽ രാജാവിൻ്റെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. പിന്നീട് അശോക ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ സൂചന പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയ യുദ്ധം, കലിംഗ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിസം പ്രചരിപ്പിക്കാനുണ്ടായ കാര്യങ്ങൾ, അതൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം.